അതെ, ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ. പലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് വ്യത്യസ്ത ടോപ്പിക്കുകളാണ് നമ്മൾ പറയാറ്. ഇന്നൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാട്ടോ. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക, മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലേ, നിങ്ങൾക്കിതൊരു അറിവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിർബന്ധമല്ല കേട്ടോ. നിങ്ങൾക്കൊരു അറിവായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ മതി, നിർബന്ധമല്ല. ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ മഴയുടെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ പറമ്പുകളിൽ അല്ലേ, ഇപ്പോൾ ഞാനൊരു പറമ്പിലാണ് നിൽക്കുന്നത്. ഈ പറമ്പുകളിൽ എന്ത് ചെയ്യുന്നു, ഓരോ സ്ഥലത്ത് കുഴികളുണ്ട്. കുഴികൾ മീൻസ് എന്താ പറയുക, ചെറിയ ചെറിയ പൊട്ടക്കിണർ എന്നൊക്കെ പറയും, കുഴികളുണ്ട്. അതുപോലെ കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് കുളങ്ങൾ. ഈ പറമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, രണ്ട് മൂന്ന് കുഴികൾ അവിടെ ഉണ്ട്. മീൻസ് അതിലൊക്കെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. അതുപോലെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, തോടുണ്ട്. ഈ തോട്ടിൽ വെള്ളമില്ലായിരുന്നു, പക്ഷേ ഈ തോട്ടിലൂടെ ഒക്കെ നല്ല വെള്ളം കുത്തി കുത്തി ഒഴുകി പോവാണ്. അത്രയും നല്ല ഫോഴ്സിലാണ് വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ തോടുകളിൽ വെള്ളം, അതുപോലെ ഇങ്ങനെയുള്ള കുഴികളിലൊക്കെ എന്താ പറയുക, വെള്ളം ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ ഈ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. മീൻസ് ഈ കുട്ടികളൊക്കെ കമ്പനി അടിച്ച് വീട്ടിലൊന്നും പറയാതെ അവരിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, നിങ്ങളുടെ കുട്ടികളെ പുറത്തേക്ക് പോകുമ്പോൾ പ്രത്യേകം കെയർ ചെയ്യണം. മീൻസ് അവർ പുറത്തേക്ക് പോകുമ്പോൾ എന്തിനാണ് ഏതിനാണ് പോണ് എന്നുള്ളത് ചോദിച്ചറിയണം. നീന്താൻ അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളത്തിലേക്ക് ആ കുട്ടീനെ വിടരുത്. കാരണം എന്താ അറിയോ, ഒരു കുട്ടി ഒഴുക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലേ, തോട്ടിലൊക്കെ നല്ല കുത്തി ഒലിച്ചിട്ടാണ് പോകുന്നത്. കുട്ടി ഒഴുക്കപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ആ കുട്ടിയെ എന്താ പറയുക, പെട്ടെന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു മെൻറ്റാലിറ്റിയോ അല്ലെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടുത്താനുള്ള ധൈര്യമോ ഉണ്ടായിരിക്കില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ എന്താ പറയുക, പുറത്തേക്ക് കുളത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് അല്ലേ, കുളം എന്നൊക്കെ പറഞ്ഞ് 2, 3, 4 അല്ലേ ആളുകളുടെ ആഴുണ്ടായിരിക്കും. അത്രയും അടിയായിരിക്കും വെള്ളം പൊന്തി നിൽക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നീന്താൻ അറിയാത്തൊരു കുട്ടി എന്ത് ചെയ്യുന്നു, വെള്ളത്തിലേക്ക് ചാടുകയാണെങ്കിൽ കൈ നേരെ മുകളിലേക്ക് പൊക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, മുകളിലേക്ക് പൊക്കിക്കഴിഞ്ഞാൽ താഴേക്കാണ് പോകുക. കുട്ടിക്ക് അറിയില്ലല്ലോ, നീന്തൽ അറിയില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷിതാക്കൾ എന്താ ചെയ്യുക, ഈ മഴക്കാലത്ത് നിങ്ങളുടെ എന്താ പറയുക നേതൃത്വത്തിൽ എന്താ പറയുക, നിങ്ങളുടെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക. അത് അത്യാവശ്യം എന്താ പറയുക, ആഴമില്ലാത്ത എന്താ പറയുക കുളത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ആഴമില്ലാത്ത തോട്ടിലാണെങ്കിലോ കുത്തിയൊഴുക്കില്ലാത്ത തോട്ടിലാണെങ്കിലോ നിങ്ങളുടെ കുട്ടികളെ എന്താ പറയുക, നിങ്ങൾ മുഖേന നിങ്ങൾ എന്താ പറയുക നീന്തൽ പഠിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഈ കുട്ടികളെ യാതൊരു കാരണവശാലും എന്താ പറയുക കുട്ടികളെ വെള്ളത്തിലേക്ക് വിടരുത്. കാരണം എന്താണെന്നറിയോ, ഓരോ മഴക്കാലത്തും നമുക്ക് വളരെ എന്താ പറയുക ഭാവി തലമുറയെ എന്താ പറയുക കാത്തു സൂക്ഷിക്കാൻ ഭാവി വാഗ്ദാനങ്ങളാണ് അല്ലേ. ഭാവിയെ എന്താ പറയുക, ഭാവി ഒരുപാട് ഒരു വീട്ടിൽ എന്താ പറയുക ജനിച്ച് വളർന്നു കഴിഞ്ഞാൽ ആ രക്ഷിതാക്കൾക്ക് പല എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. ആ കുട്ടിയെ നന്നായിട്ട് നോക്കണം, നന്നായിട്ട് പഠിപ്പിക്കണം. എന്നിട്ട് ഈ കുട്ടിയായിരിക്കും അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വീട്ടിൽ ഒരു കുട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ രക്ഷിതാക്കളുടെ അവസ്ഥ അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്താ പറയുക, ഇത്തരം കാര്യങ്ങൾ ഈ രക്ഷിതാക്കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് അവർ സോഷ്യൽ മീഡിയയുടെ പുറകെയാണ്. മീൻസ് അവരെന്ത് ഒരുപാട് റീൽസ് കാണും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളാണ്. മീൻസ് എന്താ പറയുക, എല്ലാ കുട്ടികളല്ല, എല്ലാ രക്ഷിതാക്കളും അല്ല, ചില രക്ഷിതാക്കൾ കുട്ടികളെ യാതൊരു വിധത്തിലും മൈൻഡ് ചെയ്യാത്ത രക്ഷിതാക്കളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള രക്ഷിതാക്കളൊക്കെ പ്രത്യേകം ഒരു ജാഗ്രത പുലർത്തുക. നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ മക്കൾക്ക് ഒരു അപകടം സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഈ വർഷക്കാലത്ത് എന്ത് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയുടെ പുറകെ പോയിട്ട് എന്താ പറയുക ഒരുപാട് റീൽസും അതൊന്നും കണ്ടിരുന്നുകൊണ്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ കുട്ടികളിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കരുത്. കുട്ടികൾക്ക് നീന്താൻ അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുളത്തിലേക്കോ തോട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റു കുഴികളിലേക്കോ വിട്ട് കഴിഞ്ഞാൽ ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. സ്വാഭാവികമാണ്, ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ, സ്വാഭാവികം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ എന്താ പറയുക, കുട്ടികളൊക്കെ കമ്പനി കൂടി വരുമ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ നീ വാടാന്നൊക്കെ പറയുമ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, കുളത്തിലേക്കൊക്കെ ആണെങ്കിൽ കുട്ടികളെ വിടരുത്, പിന്നെ തോട്ടിലേക്കാണെങ്കിൽ വിടരുത്, കുഴികളിലേക്കൊന്നും എന്താ പറയുക ആഴത്തിലുള്ള കുഴികളിലേക്കൊന്നും കുട്ടികളെ വിടരുത്. പ്രത്യേക രക്ഷിതാക്കൾ എന്താ പറയുക ഫോണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഇത്തരത്തിലുള്ള ജാഗ്രതയോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് മഴയുടെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഏതാനും കുഴികളൊക്കെ നിറഞ്ഞു. അപ്പോൾ എന്താ പറയുക, പഴയ പോലെ ജാഗ്രതയോട് കൂടിയിട്ട് നിങ്ങൾ നിൽക്കണം. കുട്ടികളെ യാതൊരു വിധേനയും നിങ്ങളെന്താ പറയുക നിങ്ങളുടെ പരിധിക്കപ്പുറത്ത് നിന്ന് കുട്ടികളെ വിടരുത്. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, സ്കൂൾ തുറക്കാനായി അല്ലേ, സ്കൂൾ തുറന്നു അല്ലേ, സ്കൂൾ തുറക്കാനായി.
അപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് കുട്ടികൾ എത്തുന്നില്ലേ നിങ്ങൾ നോക്കുക. മഴക്കുഴിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികളെ വഴക്ക് പറയുക, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് എന്താ പറയുക, പറ്റുമെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഈ ചെറിയ കുഴികളിലൊക്കെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക. നീന്തലൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയുക, കുട്ടികൾക്ക് ഒന്നും കൂടെ കോൺഫിഡൻസ് ആയിരിക്കും അല്ലേ, സ്വാഭാവികമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് സ്വാഭാവികം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുട്ടികളിൽ ഒരു ജാഗ്രത ഉണ്ടാക്കുക. സോഷ്യൽ മീഡിയയുടെ പുറകെ പോയിട്ട് കുട്ടികളെ ശ്രദ്ധിക്കാതിരിക്കരുത്. എല്ലാ രക്ഷിതാക്കളും ഒരുപോലെയല്ല. പക്ഷേ എന്താണ്, എനിക്കറിയാം സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക തല കുത്തി മറിയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇത്തരക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കളുടെ ഭാവി നമ്മുടെ കയ്യിലാണല്ലേ. നമ്മുടെ മക്കൾ നല്ല രീതിയിൽ എന്താ പറയുക, അവർക്ക് എന്താ ചില കുരുത്തക്കേടൊക്കെ അവർ കാട്ടിയേക്കാം. പക്ഷെ ഇത്തരത്തിലുള്ള കുരുത്തക്കേടിൻ്റെ പുറകെ എന്താ പറയുക, അവർ കുരുത്തക്കേട് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ പ്രത്യേകം ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എന്താ പറയുക ഇഷ്ടപ്പെടുകയാണ്, ഈ മെസ്സേജ് നിങ്ങൾക്ക് എന്താ പറയുക അനുയോജ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക.